പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജീവിതം ഭാഗം 8. അക്കാലത്ത് അറേബ്യയിൽ യുദ്ധം നടക്കുന്ന രീതികൾ അതിക്രൂരമായിരുന്നു. ശത്രുവിനെ തോൽപ്പിച്ചാൽ പിന്നീട് അവരോട് എന്ത് കഠോരമായ പ്രവൃത്തി ചെയ്താലും അത് തെറ്റായി കണക്കാക്കപ്പെട്ടിരുന്നില്ല. യുദ്ധത്തിൽ വീണുപോയ ശത്രുവിനെ പരിക്കേറ്റവൻ എന്ന കാരണം പറഞ്ഞ് കൊന്നുകളയുക, അവരുടെ ശരീരം കീഴ്ത്തുണ്ടങ്ങളാക്കുക, മൂക്കും ചെവിയും മുറിച്ചു മാറ്റുക, കണ്ണുകൾ തുളയ്ക്കുക തുടങ്ങിയ ഭീകരമായ പ്രവൃത്തികൾ പതിവായി നടന്നു. അടിമ വ്യവസ്ഥ അറേബ്യൻ സമൂഹത്തിൽ ശക്തമായിരുന്നു. യുദ്ധത്തിൽ തോൽപ്പിക്കപ്പെട്ട ദുർബലമായ ആളുകളെ അടിമകളാക്കുമായിരുന്നു. അടിമകൾക്ക് യാതൊരു അവകാശങ്ങളും ഉണ്ടായിരുന്നില്ല. അവരുടെ ഉടമസ്ഥർക്ക് അവരോട് എന്തുതന്നെ ചെയ്താലും അത് ആരും ചോദ്യം ചെയ്യുമായിരുന്നില്ല. ഒരാൾ തൻ്റെ അടിമയെ കൊന്നുകളഞ്ഞാൽ പോലും അതിന് ഒരു ശിക്ഷയും ഉണ്ടായിരുന്നില്ല. മറ്റൊരാളുടെ അടിമയെ കൊന്നവൻ ആ അടിമയുടെ യജമാനന് ഒരു ചെറിയ നഷ്ടപരിഹാരം നൽകിയാൽ മാത്രമേ ഉള്ളൂ. അടിമ സ്ത്രീകളുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. അവർ യജമാനന്മാരുടെ ഇഷ്ടത്തിന് വിധേയമായിരുന്നു. ഇത്തരം ബന്ധങ്ങളിൽ ജനിച്ച കുട്ടികളും അടിമകളായി കണക്കാക്കപ്പെട്ടു. സമൂഹത്തിൽ സ്ത്രീകൾക്ക് ഏറ്റവും താഴ്ന്ന സ്ഥാനമേ ലഭിച്ചിരുന്നുള്ളൂ. സാമൂഹികമായ മുന്നേറ്റത്തിലും അറബികൾ അക്കാലത്ത് വളരെ പിന്നോക്കമായിരുന്നു. എന്നിരുന്നാലും അവർക്ക് ചില നല്ല ഗുണങ്ങളും ഉണ്ടായിരുന്നു. അത്യധികം ധീരതയും ഔദാര്യവും അവരുടെ പ്രത്യേകതയായിരുന്നു. ഇത്രയും കഠിനവും ക്രൂരത നിറഞ്ഞതുമായ ഒരു സമൂഹത്തിലും കാലഘട്ടത്തിലുമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്.